ഹായ്, ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു 3 ബ്രെഡ്, ഒരു അരക്കപ്പ് പാല്, ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് വേണ്ടുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുന്ന വെച്ചാൽ ബ്രൗൺ അല്ലേ, അപ്പം നമ്മുടെ അതിന് കളർ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയുന്നത്. 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പം മിക്സിയിലിട്ട് പൊടിക്കാം. അപ്പം പൊടിച്ചെടുത്തു. ഇങ്ങനെയാണ്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പാലൊഴിച്ച് നന്നായി തിളയ്ക്കണം. പിന്നെ എൻ്റെ മലയാളത്തിനൊക്കെ ഇച്ചിരി കുഴപ്പമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് പാല് നന്നായി തിളച്ചതിന് ശേഷം ആ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ചു വെച്ചത് കുറേശ്ശെയായിട്ട് ഈ പാലിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. കാരണം കട്ട പിടിക്കാതിരിക്കാനാണ് കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുന്നിടം വരെ ഇതിനെ ഇളക്കുക. കുറുകി വന്നതിന് ശേഷം നമ്മൾ ഒരു ഏലക്ക ചതച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക. കാരണം മലയാളം ഇത്തിരി പുറകോട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട അന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണത്. അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഇത് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളുടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കുഞ്ഞിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്